1222 വകയും 1111 വകയും 666 വകയും അതുപോലുള്ള മൗലിദുകളൊക്കെ തെറ്റാണ്, അബദ്ധമുണ്ടതിലെന്ന് അലവി സഖാഫി സമ്മതിച്ച പോലെ ഒന്ന് സമ്മതിക്കുമോ നിങ്ങള്? ഇതും തെറ്റാണെന്ന് പറയോ? അപ്പോ മുസ്ലിയാക്കന്മാർ ചൊല്ലുമ്പോ അവിടെ വിശ്വാസം എന്താണ്? അള്ളാഹുവിനെ പോലെ സഹായിക്കും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എന്ന് വിശ്വസിച്ചുകൊണ്ടാണ്. അല്ലെങ്കിൽ അവർ പറയണത് അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം അല്ല കേൾക്കുന്ന പോലെ കേൾക്കുമെന്ന് വിചാരിച്ചാണ്. അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം അല്ല അറിയുന്ന പോലെ അറിയുമെന്ന് വിചാരിച്ചിട്ടാണ് ഈ മുസ്ലിയാക്കന്മാർ ചൊല്ലുന്നതും ചൊല്ലിപ്പിക്കുന്നതും. ഇത് രേഖ വെച്ചുകൊണ്ടാ പറയുന്നത്. മുസ്ലിയാക്കന്മാർക്ക് അറിയാം ഇതവിടെ ചർച്ചക്ക് വരുമെന്ന്. അതുകൊണ്ട് തന്നെയാണ് വിദഗ്ധമായി ഒഴിഞ്ഞു മാറിയത്. ഇനിയോ സഹോദരന്മാർ, ഇതുപോലെ എന്തെല്ലാം ഇതേ പുസ്തകത്തിൽ തന്നെ പറയുന്നുണ്ട്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ഉള്ള ശുപാർശയ്ക്ക് വേണ്ടിയുള്ള തേട്ടം നമുക്കറിയാം. റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് പരലോകത്ത് ശഫാഅത്തുണ്ട്. ആ ശഫാഅത്തിൽ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ശഫാഅത്തിൽ ഞങ്ങളെ കൂടെ ഉൾപ്പെടുത്തണേ റബ്ബേ എന്ന് റബ്ബിനോടാണ് നമ്മൾ ദുആ ചെയ്യേണ്ടത്. ഇവിടെ പറഞ്ഞതോ ശഫാഅത ഹബ്ലനാ ഫിൽ ഖിയാമത്തി മുശ്ഫീഖാ വലനാ ഇല്ലാ യാ സയ്യിദി ഖൈറൻ നബി എന്ന് പറഞ്ഞുകൊണ്ട് അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് നിങ്ങൾ ശഫാഅത്ത് നൽകണേ നബിയേ എന്ന് തേടുന്നു. ഏതാ വിശ്വാസം? അള്ളാഹുവിനെ പോലെ കാണും, അള്ളാഹിനെ പോലെ കേൾക്കും, അള്ളാഹിനെ പോലെ അറിയും, അള്ളാഹിനെ പോലെ സഹായിക്കുമെന്ന വിശ്വാസത്തോടെ. ഇല്ലെങ്കിൽ അത് പറയണം, ഇത് തെറ്റാണെന്ന് പറയണം. സബീനയുടെ വിഷയം സമ്മതിച്ച പോലെ ഇതും തെറ്റാണെന്ന് പറയണം. പറയുമോ? പറഞ്ഞാൽ ആ വിഷയത്തിൽ കൂടെ ഫത്ഹായി. സബീനയുടെ വിഷയം ഫത്ഹായ പോലെ ഈ വിഷയത്തിലും ഫത്ഹാകും. ഇനിയോ സഹോദരന്മാരെ, എന്തെല്ലാമാണ് ഇതുപോലുള്ളതെന്നറിയോ? ഇനിയും നിങ്ങൾ കേട്ടോളൂ. ഇത് സുന്നത്ത് മാസികയാണ്. ഈ സുന്നത്ത് മാസികയിൽ പറയുന്നു, 2007 ഏപ്രിലിലെ സുന്നത്ത് മാസികയാണ്. ഇതിലിതാ മുസ്ലിയാക്കന്മാർ എഴുതി വിടുന്നത് എന്താണെന്നറിയോ? ഈ മങ്കൂസ് മൗലിദ് അത് രചിച്ചത് സൈനുദ്ദീൻ മഖ്ദൂമാണത്രേ. ഉറപ്പില്ലാത്ത സംഗതിയാണ് മുസ്ലിയാക്കന്മാർ പറയുന്നു. അങ്ങനെയാണ് മുസ്ലിയാക്കന്മാർ പറയുന്ന വർത്താനം. അല്ലാതെ ചരിത്രപരമായി വ്യക്തമായി തെളിയിക്കാൻ അവർക്ക് സാധ്യമല്ല. അവർക്കിടയിൽ തന്നെ അഭിപ്രായ വ്യത്യാസമുള്ള വിഷയമാണ്. ഇരിക്കട്ടെ, അത് വെച്ചുകൊണ്ട് ഇതിൽ പറയുന്ന ഭാഗം നിങ്ങൾ കേട്ടോളൂ. യാ സയ്യിദസ്സാദാതി ജിഅതുക ഖാസിദാ അർജു ഹിമാക ഫലാ തുഖൈബ് മഖ്സദി. ഈ വരി വെച്ചുകൊണ്ട് പറയുക സുന്നത്ത് മാസികയിൽ, സയ്യിദന്മാരുടെ നേതാവായ നബിയെ, അങ്ങയുടെ ഉമ്മത്തിൽപ്പെട്ട സാധുവായ മഖ്ദൂമിത അങ്ങയുടെ സമീപത്തെത്തിയിരിക്കുന്നു. എന്റെ ഉദ്ദേശങ്ങൾ സഫലമാക്കി തരണേ, അഭയം നൽകണേ, ദുഃഖിതനാക്കി മടക്കരുതേ. ആരോട്? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു അത്രേ. എന്നിട്ടോ ഇവരെ വക വിശദീകരണം കേട്ടോ, സുന്നത്ത് മാസികയിലെ വിശദീകരണം കേട്ടോ. അത് പ്രാർത്ഥനയൊന്നല്ല എന്നല്ല പറയാറുള്ളത്. ഏതൊക്കെ ചില കവിതയിലെ വരികൾ ഉദ്ധരിച്ചുകൊണ്ട് ആ ജാതി കവിതയാണ്, അല്ലാതെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോടുള്ള പ്രാർത്ഥനയൊന്നല്ല എന്നല്ലേ പറയാറുള്ളത്. കേട്ടോ, ഇത് പ്രാർത്ഥനയാണെന്നാണ് സുന്നത്ത് മാസിക പറയുന്നത്. ശ്രദ്ധിച്ചോ? എന്താ? വിശ്രുത പണ്ഡിതനായ സൈനുദ്ദീൻ മഖ്ദൂം തങ്ങൾ കഅബയുടെ സമീപത്തെത്തി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട്, ആരോട്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് മൗലിദ് പാരായണത്തിലൂടെ ഉദ്ദേശ ലക്ഷ്യങ്ങൾക്കായി പ്രാർത്ഥിച്ചതിന് വ്യക്തമായ രേഖയാണ് ഉപര്യുക്ത മൗലിദ് വരികൾ. എന്തിനുള്ള രേഖ? റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് പ്രാർത്ഥിച്ചതിനുള്ള രേഖയാണ് ഈ വരികള്. യാ സയ്യിദസ്സാദാതി ജിഅതുക ഖാസിദാ എന്നുള്ള വരി. കഴിഞ്ഞില്ല, ഇനിയും പറയുന്നു. പ്രവാചകന്മാരെയും പൂർവിക മഹത്തുക്കളെയും പാടിപ്പുകഴ്ത്തി അവരുടെ ചരിതങ്ങൾ അയവിറക്കി പ്രാർത്ഥിക്കാമെന്ന് പിൻഗാമികളെ പഠിപ്പിക്കുക കൂടിയാണ് മഖ്ദൂം തങ്ങൾ ഇവിടെ ചെയ്തിരിക്കുന്നത്. കണ്ടോ? അയവിറക്കി പ്രാർത്ഥിക്കാമെന്ന് പറയൂ പ്രിയമുള്ളവരെ. ഈ മൗലിദുകൾക്കെതിരെ മുജാഹിദികളെ വേദി കെട്ടി പറയണ്ടേ? സംവാദത്തിൽ നിങ്ങൾ വിശദീകരിക്കണ്ടേ? അത്തരം വേദികൾ നിങ്ങൾ പറഞ്ഞു കൊടുക്കണ്ടേ? കഴിഞ്ഞില്ല,
പ്രവാചകന്മാരുടെയും മഹാന്മാരുടെയും മഹത്വങ്ങളും ശ്രേഷ്ഠതകളും പ്രതിഫലിപ്പിക്കുന്ന മാല മൗലിദുകൾ പാരായണം ചെയ്യലും, മൗലിദ് സദസ്സുകൾ സംഘടിപ്പിക്കലും, അവരെ വിളിച്ച് പ്രാർത്ഥിക്കലും ബിദ്അത്തല്ല എന്നും ഇസ്ലാമിക നിയമവ്യവസ്ഥകളിൽ അനുവദിക്കപ്പെട്ട കാര്യങ്ങളാണ് മൗലിദ് പാരായണമെന്നും ഇതിനാൽ വ്യക്തമാണ്. 3 സന്ദർഭത്തിൽ പറഞ്ഞു പ്രാർത്ഥന പറയണ്ടേ. ഞങ്ങൾ ഈ കാര്യം വിശദീകരിച്ചു കൊടുക്കണ്ടേ ജനങ്ങൾക്ക്? ഇത് പ്രാർത്ഥനയല്ല എന്ന് പറയാൻ പറ്റുമോ? അതെ, അള്ളാഹുവിനെ പോലെ കാണുമെന്ന, അള്ളാഹിനെ പോലെ കേൾക്കുമെന്ന, അള്ളാഹിനെ പോലെ അറിയുമെന്ന വിശ്വാസത്തോടെയാണ് ഈ മുസ്ലിയാക്കന്മാർ ഈ സമൂഹത്തെ കൊണ്ട് ഈ ജാതി മൗലിദുകൾ ചൊല്ലിക്കുന്നത്, ചൊല്ലാൻ വേണ്ടി പറയുന്നത് എന്ന കാര്യം കൂടെ നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. ഇനിയും സഹോദരന്മാരെ, നമ്മൾ വളരെ വ്യക്തമായി മനസ്സിലാക്കേണ്ടതുണ്ട്. ഇതുപോലെ ഓരോ വിഷയങ്ങൾ നമ്മൾ വ്യക്തമായി മനസ്സിലാക്കണം. ഇനിയും എന്താണ്, മൗലിദിലെ ഇതുപോലെ ധാരാളം വരികളുണ്ട്. സമയം ദീർഘിക്കുമെന്നതിനാൽ ഞാൻ ചുരുക്കുകയാണ്. അപ്പോ മൗലിദിൽ ശിർക്കുകൾ ഉള്ളവയും ഉണ്ട്. അത് ഞങ്ങൾ ഇപ്പൊ പറഞ്ഞല്ല, ഈ കഴിഞ്ഞ 31-ാം തീയതി പറഞ്ഞല്ല, 974 വരെ പറഞ്ഞിട്ടുണ്ട്. ഇപ്പൊ പുതുതായി പറഞ്ഞതല്ല എന്ന് നിങ്ങൾ വളരെ വ്യക്തമായി മനസ്സിലാക്കണം. അഥവാ പുണ്യം പ്രതീക്ഷിച്ചുകൊണ്ട് ആ ജാതി മൗലിദുകൾ പാരായണം ചെയ്യൽ അത് ബിദ്അത്താണ്. അവയിൽ ശിർക്കുള്ളവയും ഉണ്ട്. ഇതാണ് ഈ സമൂഹത്തോട് നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഇത് പറയുമ്പോഴോ നമ്മുടെ നൗഷാദ് ഹസനി പറഞ്ഞ ഒരു വർത്താനം മൂപ്പര് പറയാണ് ഐക്യവേദിയുടെ പ്രവർത്തകരോട്, എന്താ ഇങ്ങനെയൊക്കെ ഞങ്ങൾ വന്നാലും, ഞങ്ങൾ ഈ തലയെക്കെട്ടൊക്കെ കിട്ടിയാലും ഞങ്ങൾ എന്നിട്ടും ചിർക്കീണോലാണ് എന്നാണ് ഇവര് പറയണത്. വലിയൊരു പരിതാപം പറയാണ്. എന്ത് ആ ഉപരി തലയെക്കെട്ടിട്ടുകൊണ്ടൊക്കെ ആയി എന്നാണ് സാധു മനസ്സിലാക്കിയത്. ഇവര് പറഞ്ഞു ഞങ്ങൾ ഈ തലയെക്കെട്ടൊക്കെ കെട്ടിയിട്ടും ഞങ്ങളെ പറ്റി ഇങ്ങനെ പറഞ്ഞു. കേട്ടാളിയ ഭാഗം. അതുകൊണ്ട് ഞങ്ങൾക്ക് വിഷയത്തിൽ വളരെ കൃത്യമായി പറഞ്ഞു, മൗലൂദ് ഓതിയത് കൊണ്ട് ഞങ്ങൾ ഈ തലപ്പാവും ഇതൊക്കെ ധരിച്ചിട്ടും മൗലൂദ് ഓതി എന്ന ഒരു കാരണം കൊണ്ട് കാഫിറാക്കുന്ന അതിനെയാണ് സത്യത്തിൽ ഞങ്ങള് അത് ശരിയല്ല എന്ന് പറയും. അപ്പൊ മൂപ്പരി ഈ തലയെക്കെട്ടൊക്കെ കെട്ടിയിട്ടും ഞങ്ങളെ പറ്റി ഇങ്ങനെ ഞങ്ങൾ കാഫിറാന്നൊക്കെ പറയും. നമ്മളിങ്ങനെ വ്യക്തിപരമായി കാഫിറാന്ന് പറഞ്ഞ പരിപാടി നമുക്കില്ല. ആ പരിപാടി ആർക്കുള്ളത്? അപ്പുറത്തുള്ളവർക്കുള്ളത്. മുമ്പ് ഈ വല്ലപ്പുഴയിൽ തന്നെ ഈ നാട്ടുകാർ കേട്ടതല്ലേ? എന്ത് പിന്നെ നമ്മുടെ ഉള്ളാൾ തങ്ങൾ പറഞ്ഞതെന്താ? ഈ അബൂബക്കർ മുസ്ലിയാരെ സംബന്ധിച്ച് കഫറ. കുടുങ്ങിയ മൂപ്പർ പറഞ്ഞു ഞാൻ പറഞ്ഞതല്ല, CM പറഞ്ഞാണ്. ഇരിക്കട്ടെ, അത് മാത്രാണോ പേരെടുത്തുകൊണ്ട് കാഫിറാക്കുന്ന പരിപാടി ആർക്കുള്ളത്? കേട്ടോ നിങ്ങൾ, നമ്മളെ അബ്ദുറഹ്മാൻ കല്ലായി എന്ന് പറഞ്ഞ ആള് തെരഞ്ഞെടുപ്പ് ചിലത് പറയാനുണ്ട് എന്ന് കോഴിക്കോട് മുതലക്കുളത്ത് പരിപാടി നടന്നില്ലേ? അതിൽ വെച്ച് പറയുകയാണ്, ഈ അടുത്ത് മരിച്ചുപോയ KT മാനുമുസ്യാരെ സംബന്ധിച്ച് അതേ ഉള്ളാൾ തങ്ങൾ പറഞ്ഞത് കാഫിറായി ചത്തുപോയി എന്നാണ്. കാഫിറായി ചത്തുപോയി എന്ന് പറഞ്ഞു അത്രേ. കേട്ടോളൂ ആ ഭാഗം ഒന്ന്. അതോടെ പൂജ്യാണ്. താജുലുലമ പൂജ്യമാണ്. ഇപ്പൊ എന്താ പറഞ്ഞത്? KT മാനുസ്താദിനെ പറ്റി അയാളെന്ന് പറഞ്ഞു, എന്റെ പൊരുത്തക്കേടാണ്, സ്റ്റേജിമൽ വീണ് കാഫിറായി ചത്തുപോയി. സുബ്ഹാനല്ലാഹ്. അപ്പോ കാഫിറായി ചത്തുപോയി ആര്? KT മാനുമുസ്യാർ അങ്ങനെയാണ് മരിച്ചുപോയത് എന്ന് ഉള്ളാൾ തങ്ങൾ പറഞ്ഞു അത്രേ. അപ്പൊ ഹസനി ആരാ പേരെടുത്ത് കാഫിറാക്കിയത്? എന്നിട്ടോ ആ പ്രയോഗിച്ച പ്രയോഗം എന്താ? അപ്പൊ ആ ജാതിയായിട്ട് വരണ്ട. ആ ജാതിയായിട്ട് വന്നാൽ അതുകൊണ്ടും നോക്കാൻ മുജാഹിദ് പ്രസ്ഥാനം സമ്പന്നമാണ് എന്ന് മറന്നു പോകണ്ട. ഇത് മുജാഹിദ് പ്രസ്ഥാനമാണ്. മറക്കണ്ട. ഒരു അഹ്സനിമാരും മറക്കണ്ട, ഒരു സഖാഫിമാരും മറക്കണ്ട, ഒരു മുസ്ലിയാക്കന്മാരും മറക്കണ്ട. മുജാഹിദ് പ്രസ്ഥാനമാണിത്. എന്നിട്ട് ഈ നിലക്കോ തലപ്പാവ മൂപ്പർ വലിയ കാര്യമായി കൊണ്ടുവരുന്നത്. എന്നാ കേട്ടോ, നമ്മുടെ ഹസൻ സഖാഫി ബുക്കോട്ടൂരില്ലേ, എന്താ തലപ്പാവിന്റെ നിലവാരം അയാൾ പറയുന്നത് കേട്ടോ. താടിയും തലയിക്കെട്ടും കണ്ടിട്ടാണോ മാറ്റം ലീഡറാക്കിയത്? എന്നാ അഖിലേന്ത്യാ സെക്രട്ടറി ആകാൻ ഏറ്റവും വലിയ യോഗ്യൻ ഹർകിഷൻ സിംഗ് സുർജിത്താണല്ലോ, അല്ലെ? താടിയുണ്ട്, തലയിക്കെട്ടുമുണ്ട്. പക്ഷെ സത്യത്തിൽ ഇപ്പൊ പ്രകാശകാരായിട്ട് അഖിലേന്ത്യാ സെക്രട്ടറി അയാൾ സ്ഥാനം മാറിയിട്ടുണ്ട്. ഈ താടിയും തലയിക്കെട്ടുമല്ല മക്കളെ ദീനി എന്ന് പറഞ്ഞാൽ. CM വലിയുള്ളാഹി ഖദ്ദസല്ലാഹു സിറഹുൽ അസീസ് ഷേഖുനായെ കണ്ടു പഠിച്ചവരല്ലേ നാമൊക്കെ. അവിടത്തേക്ക് വലിയ താടി നിങ്ങൾ